ആനിങ്ങോട്ടേക്കല്ലേ വരുന്നത്? ആനിങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും വൈമാറി കൊടുക്കുന്നു. നല്ല അടിപൊളി കാഴ്ച ഗൈസ്. ഞാണ്ടല്ല നേരെ ചെറുന്ന അമ്പലത്തിലേക്ക് കേട്ടാ. ഇന്ന് കരിമരുന്ന് പ്രയോഗം ഉണ്ട്, വെടിക്കെട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചങ്ങായി അനസ് വിളിച്ചിട്ട് പറഞ്ഞ അഷ്റഫ് ഇപ്പം പൊടിയോട്ടും വേഗം പോകും. അപ്പോൾ 9:25 ഇപ്പോൾ. നേരെ നമുക്ക് ചെറുന്നമ്പലത്തിൽ പോട്ടെ. ഞാൻ ഇപ്പോൾ ചെറുന്ന് കോപ്പുറത്താണ്. ചെറുന്ന് കോപ്പുറത്താ. നമുക്ക് ഇവിടുന്ന് കയറാം അങ്ങോട്ട്. ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര രക്ഷമായിരിക്കും അറിയാലോ. അപ്പോൾ കരിമരുന്ന് പ്രയോഗം ഇപ്പം നടക്കും. നേരെ വിടാം. പൊട്ടിയിട്ടില്ല, പൊട്ടുന്നതിനും വീട് നമുക്ക് കേൾക്കും. ഇന്ന് വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ചെറുന്നമ്പലത്തിൻ്റെ മാർച്ച് മുതൽ അങ്ങോട്ട് ഫുൾ ട്യൂബാട്ടോ. അതുകൊണ്ടാണ് സൈഡിലെല്ലാം ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ടുണ്ടോ. നേരെ വിടാം. ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് നടന്ന് പോകുന്നുണ്ടല്ലേ. പോകുന്നതില്ല, വേഗം പോവാം, അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. വേഗം പോകണം, അല്ലേ പൊട്ടും. അപ്പം ഇന്ന് ഏത് ടീമിൻ്റെ ആകുമ്പോൾ ഇന്ന് കണ്ണവരൻ ടീമിൻ്റെ കണ്ണവരൻ ദേശവാസികളുടെ വക കരിമരുന്ന് പ്രയോഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ചെറുന്ന് ദേശവാസികളുടെ വക കരിമരുന്ന് പ്രയോഗമായിരിക്കും. ഇന്ന് കണ്ണവരായിരിക്കും. കണ്ണവരൻ ദേശവാസികളുടെ വക കരിമരുന്ന് പ്രയോഗം ആയിരിക്കും. മുകളിലെല്ലാം അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. ഇതെല്ലാം വണ്ടിയാണ്. എൻ്റെ വണ്ടി വെക്കാം. ഇപ്പോൾ അവിടെ വണ്ടി സൈഡാക്കണം. ഒന്ന് സൈഡാക്കിയിട്ട് നടക്കൽ കുറേ നടക്കേണ്ടി വരും. അതാണ് സീൻ. നോക്കട്ടെ, കുറേ നടക്കേണ്ടി വരും ഗൈസ്. നോക്കട്ടെ, വണ്ടി അതൊന്നും മുറിയാനിട്ടാ ബ്ലോക്കായി. കേട്ടോ, എനിക്ക് ഗ്യാപ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ പോയി സൈഡാക്കട്ടെ. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അമ്പലത്തിൽ കുറച്ച് ഇപ്പോൾ ഇത് ആന ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്? എല്ലാവരും മാറി. ആനിങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും വൈമാറി കൊടുക്കുന്നു. നല്ല അടിപൊളി കാഴ്ച. വാവ്, അപ്പോൾ കാഴ്ച വന്ന് അതിൻ്റെ ആന കേട്ടോ. കാഴ്ച വരവ്, കാഴ്ച വരവിൻ്റെ ആന. നല്ല രക്ഷാട്ടോ, കണ്ടോ? നല്ല ക്ലൗഡാ. ഓക്കെ, ഗായ്സ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വിട്ടേട്ടാ. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഗാനമേളെല്ലാം കണ്ടിരിക്കും. കുറച്ച് സമയം ഗാനമേളെല്ലാം കണ്ട് ഇരുന്ന് കൊണ്ടുവന്നെല്ലാം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടാ. നേരെ വീട്ടിലേക്ക്. ഇപ്പോൾ സമയം 1:17 1:17. പുലർച്ചെ ആയി. ഇനി കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ രാവിലെയായി. ഗാനമേള മോശമൊന്നുമില്ല, ഇങ്ങനെ കണ്ടിരുന്ന് അതിനാവുന്നു കാണിച്ചു. അപ്പോൾ അങ്ങനെ കഥ കഴിച്ച്. എന്നിട്ട് ഇപ്പോൾ എന്നാണ് കഴുത്തിൽ അത് പരിപാടിക്ക് പോയ സമയത്തിട്ട മാല. ഞാനല്ല ചൂട്ടാട് പരിപാടി വേണ്ടി വരുന്നതാണ്. ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അതാണിങ്ങനെ. അപ്പോൾ അനസ് പോയി. പിന്നെ നമ്മളെ ഇവനുണ്ടായിന്, അച്ഛൻ പോയി. ഇപ്പം വരെ ഉണ്ടായിരുന്നു. ഞാൻ വേണ്ടിട്ട് നേരെ പള്ളിച്ചാലിൽ നിന്ന് ചായയും കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ചായ കുടിച്ചിട്ട് പിന്നെ ഓനങ്ങോട്ടേക്ക് പോയി, ഞാനിങ്ങോട്ടേക്ക് നാട്ടിലേക്ക്. ഇനി നാട്ടിലെത്തണം, കുളിക്കണം,
കുളിച്ച് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ ഒരു പക്ഷേ പ്രോഗ്രാം ഉണ്ടാവും, ഉറപ്പായിട്ടില്ല, നോക്കട്ടെ. ഒരു പക്ഷേ ഞാൻ എടുക്കുകയുള്ളൂ നാളത്തെ പരിപാടി. കാരണം നാളെ ഇവിടെ വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം ഇല്ല, ഉത്സവമല്ലേ. നോക്കട്ടെ, പരമാവധി നോക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് കഥ.